മറ്റൊരു വാർത്ത ANI പങ്കുവയ്ക്കുകയാണ്. വാർത്ത ANI പങ്കുവയ്ക്കുകയാണ്. ഐ എം പ്ലീസ്ഡ് ടു അനൗൺസ് ദാറ്റ് ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ ഹാവ് അഗ്രീഡ് ടു ഫുൾ ആൻഡ് ഇമ്മീഡിയറ്റ് സീസ് ഫയർ സെറ്റ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്നാണ് ആ വാർത്ത. അമേരിക്കൻ പ്രസിഡന്റാണ് ഈ രീതിയിലൊരു പ്രസ്താവന നടത്തിയതായി ANI റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഇന്ത്യയും പാകിസ്ഥാനും ഒരു വെടിനിർത്തലിന് പൂർണ്ണമായും തന്നോട് സമ്മതിച്ചു എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ആ വാർത്ത ANI പുറത്തു വിട്ടിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് അല്ലെങ്കിൽ അമേരിക്ക ഈ വിഷയത്തിൽ ശക്തമായി ഇടപെടുന്നുണ്ടായിരുന്നു, ഈ രാജ്യങ്ങളുമായി സംസാരിച്ചു എന്നൊക്കെ വാർത്തകൾ വന്നു. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയായാണ് ഇപ്പോൾ പുറത്തു വരുന്നിരിക്കുന്ന ഈ വാർത്ത. ഐ എം പ്ലീസ്ഡ് ടു അനൗൺസ് ദാറ്റ് ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ ഹാവ് അഗ്രീഡ് to a full and immediate ceasefire, said US President Donald Trump എന്നാണ് റോയിട്ടേഴ്സ് ആണ് വാർത്ത നൽകിയതായി ANI റിപ്പോർട്ട് ചെയ്തത്. അങ്ങനെ അത്തരത്തിൽ പല ഇടപെടലുകളും വരുന്നുണ്ട്. സൗദി അറേബ്യ രംഗത്ത് വരുന്നു. ഇപ്പോൾ അമേരിക്ക പറയുന്നു ഇരു രാജ്യങ്ങളുമായി സംസാരിച്ച ശേഷം വെടിനിർത്തലിനായി ഇരു രാജ്യങ്ങളും തയ്യാറായിട്ടുണ്ട് എന്നൊരു കാര്യം കൂടി ഇപ്പോൾ പുറത്തു വരുന്നു. അതിൻ്റെ സ്ഥിരീകരണമൊക്കെ വരും മിനിറ്റുകളിൽ ഉണ്ടാവുകയും ചെയ്യും. ദിലീപ് കുമാർ സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നു. ദിലീപ്, ഇങ്ങനെ പല രീതിയിലുള്ള ഇടപെടലുകളൊക്കെ സംഭവിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം കഴിഞ്ഞ 2 ദിവസത്തെയും സാഹചര്യമല്ല ഇന്നത്തേക്ക് വരുമ്പോൾ. പകൽ പോലും അവിടെ സമ്മർദ്ദമിരുന്നു, സംഘർഷാവസ്ഥ ഉണ്ടാകുന്നു, അതിങ്ങനെ കൂടിക്കൂടി വരികയാണ്, അതിൽ കുറവ് വരുന്നില്ല. ആ സമയത്താണ് വിദേശ രാജ്യങ്ങൾ പലതും ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന ചില സൂചനകൾ, റോയിട്ടേഴ്സ് അതുമായി ബന്ധപ്പെട്ടൊരു വാർത്ത ഇപ്പോൾ വരുന്നു. ഡൊണാൾഡ് ട്രംപിന്റെ ഒരു പ്രസ്താവനയാണ്. ഇന്ത്യയും പാകിസ്ഥാനും സീസ് ഫയറിന്, വെടിനിർത്തലിന് സമ്മതിച്ചിരിക്കുന്നു, പൂർണ്ണമായ വെടിനിർത്തൽ സമ്മതിച്ചിരിക്കുന്നു എന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം. ഇതിലൊക്കെ എത്രമാത്രം കഴമ്പുണ്ടാകും ഈ ഘട്ടത്തിൽ? പ്രജിൻ, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്നാണ് ഈ വലിയ പ്രസ്താവന വന്നിരിക്കുന്നത്. നിർണായകമായ പ്രസ്താവനയെന്ന് പറയാം. ഇരു രാജ്യങ്ങളും, ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തലിന് സമ്മതിച്ചിരിക്കുന്നു എന്ന സുപ്രധാനമായ പ്രസ്താവനയാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷേ ഇക്കാര്യത്തിൽ ഇനി 2 രാജ്യങ്ങളും നിലപാട് വ്യക്തമാക്കേണ്ടതുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഈ കാര്യങ്ങൾക്കായി, അതായത് ഇന്ത്യയോടും പാകിസ്ഥാനുമായി നിരന്തരം സംസാരിക്കുന്നതിനും വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നതിനുമായി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയും അവിടുത്തെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവുമായ മാർക്കോ റൂബിയോയാണ് ചുമതലപ്പെടുത്തിയിരുന്നത്. അദ്ദേഹം നിരന്തരം ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും ഭരണകൂടവുമായി ബന്ധപ്പെട്ടിരുന്നു. വെടിനിർത്തൽ നടപ്പാക്കണമെന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങൾ, ആവശ്യങ്ങൾ, അഭ്യർത്ഥന ഇതൊക്കെ അദ്ദേഹം മുന്നോട്ട് വച്ചിരുന്നു. പക്ഷേ ഒരു സോൾഡായിട്ടുള്ള ഒരു രൂപത്തിലേക്ക്, ഒരു കൃത്യമായൊരു രൂപത്തിലേക്ക് ഇതുവരെ എത്തിയിരുന്നില്ല. കാരണം ഒരു വശത്ത് പാകിസ്ഥാൻ ഈ ആക്രമണങ്ങൾ നടത്തുകയാണ്. ഇന്ന് രാവിലെയും കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും മാർക്കോ റൂബിയോ സംസാരിച്ചിരുന്നു. അപ്പോൾ കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മാർക്കോ റൂബിയോയോട് പറഞ്ഞത് ഇന്ത്യയുടെ നിലപാട് വളരെ ഉറച്ചതാണ്, അത് വളരെ വ്യക്തവുമായ നിലപാടാണ്. പാകിസ്ഥാൻ ഇങ്ങോട്ട് ആക്രമിച്ചില്ലെങ്കിൽ തങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു ആക്രമണവും അങ്ങോട്ടുണ്ടാവില്ല. ആക്രമണം അവസാനിപ്പിക്കേണ്ടത് പാകിസ്ഥാനാണ്, സംഘർഷം വർദ്ധിക്കാതെ നോക്കേണ്ടത് പാകിസ്ഥാനാണ്. അത് വളരെ സുതാര്യമായ നിലപാടാണ്, ലോകത്തിന് മുന്നിൽ ഇന്ത്യയുടെ നിലപാടാണ്. ഇന്ത്യ അല്ലാതെ അങ്ങോട്ട് കയറിയ ഒരു ആക്രമണവും നടത്തില്ല എന്നുള്ള കാര്യം, അത് ആ നിലപാടുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിന്റെ എക്സ്പോസ്റ്റ് കൂടി വരുന്നു. എക്സ്പോസ്റ്റിൽ ഇങ്ങനെ ഇത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ സമൂഹ മാധ്യമത്തിൽ ഒരു കാര്യം കുറിച്ചിരിക്കുന്നു ഡൊണാൾഡ് ട്രംപ്. ആഫ്റ്റർ എ ലോങ് നൈറ്റ് ടോക്സ് mediated by the United States, I am pleased to announce that India and Pakistan have agreed to a full and immediate ceasefire. Congratulations to both countries on using common sense and great intelligence. Thank you for your attention to this matter. എന്ന രീതിയിൽ ഡൊണാൾഡ് ട്രംപ് തന്നെ സമൂഹ മാധ്യമത്തിൽ അത്തരം കാര്യങ്ങൾ ഇപ്പോൾ കുറിച്ചിരിക്കുന്നു. ഒരു രാത്രി മുഴുവൻ നീണ്ടുനിന്ന സംസാരത്തിന് ശേഷം അല്ലെങ്കിൽ ചർച്ചകൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ ഒരു പൂർണ്ണമായ വെടിനിർത്തലിന് ഇരു രാജ്യങ്ങളും തയ്യാറായിട്ടുള്ളത്. അതിൽ അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു ഇരു രാജ്യങ്ങളും എന്നൊക്കെ രീതിയിലുള്ള ചില പ്രസ്താവനകളാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു സമൂഹ മാധ്യമത്തിൽ ആ രീതിയിൽ ഒരു പ്രസ്താവന നടത്തണമെങ്കിൽ അതിൽ കഴമ്പുണ്ട് എന്ന് തന്നെ നമുക്ക് കരുതേണ്ടിയിരിക്കുന്നു. ഒരു പൂർണ്ണമായ വെടിനിർത്തലിന് ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തയ്യാറായിട്ടുണ്ട് എന്ന ചില സൂചനകൾ ഇപ്പോൾ വരുന്നു. അതിന് നിദാനമായത് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഈ സമൂഹ മാധ്യമത്തിലെ ഈ പോസ്റ്റാണ്. ഒപ്പം തന്നെ അത് റോയിട്ടേഴ്സ് ശരിവെക്കുന്നുമുണ്ട്. അത്തരത്തിൽ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതായി ദിലീപ് കുമാർ തുടരുന്നു. ദിലീപ്, ആ രീതിയിൽ ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് തന്നെ പ്രസ്താവന, അത് അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ കുറിച്ച കാര്യം കൂടി ഇപ്പോൾ ചേർത്ത് പറയേണ്ടിയിരിക്കുന്നു. ഒരു രാത്രി മുഴുവൻ നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് ഇരു രാജ്യങ്ങളും എത്തിയത്. അതിന് ഇന്ത്യയും പാകിസ്ഥാനെയും ഒരുപോലെ അഭിനന്ദിക്കുന്നു എന്നുകൂടി ഡൊണാൾഡ് ട്രംപ് പറയുന്നുണ്ട്.
പ്രജിൻ, അതെ, ഒരു രാത്രി മുഴുവൻ നീണ്ട ചർച്ചയ്ക്കൊടുവിലാണ് ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തലിന് സമ്മതിച്ചതെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. രണ്ടു രാജ്യങ്ങളും വിവേകപൂർവ്വം ഈ വിഷയം കൈകാര്യം ചെയ്തു, അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തി. പെട്ടെന്ന് തന്നെ വെടിനിർത്തലിനുള്ള തീരുമാനമാണ് കൈക്കൊണ്ടിരിക്കുന്നതെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നു. അമേരിക്കയുടെ നേതൃത്വത്തിൽ നിരവധി ചർച്ചകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നിരുന്നത്. അവരുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ മാർക്കോ റൂബിയോ ആണ് ഈ ചർച്ചകൾക്കൊക്കെ പ്രധാനമായും നേതൃത്വം നൽകിയിരുന്നത്. ചർച്ചകളിൽ ഉരുത്തിരിയുന്ന കാര്യങ്ങളൊക്കെ മാർക്കോ റൂബിയോ അമേരിക്കൻ പ്രസിഡന്റിനെ ധരിപ്പിച്ചിരുന്നു. കഴിഞ്ഞ ദിവസവും അമേരിക്കൻ സ്റ്റേറ്റ് വക്താവിൻ്റെ വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നതാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ദശാബ്ദങ്ങളുടെ തർക്കങ്ങളുണ്ട്, പക്ഷേ അതൊരു വലിയ സംഘർഷത്തിലേക്ക് പോകാതെ നോക്കേണ്ടത് ഇരു രാജ്യങ്ങളുടെയും ഉത്തരവാദിത്വമാണ്. അങ്ങനെ ഒരു സംഘർഷത്തിലേക്ക് പോകാതിരിക്കാനുള്ള വിവേകം രണ്ടു രാജ്യങ്ങളും കാണിക്കുമെന്ന നിലയിലായിരുന്നു നേരത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. ആദ്യം ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ അമേരിക്കൻ പ്രസിഡന്റ് ഷെയ്ം നാണക്കേട് എന്ന തരത്തിലുള്ള പ്രസ്താവനയാണ് പുറപ്പെടുവിച്ചിരുന്നത്. പിന്നീട് ഈ വിഷയം വഷളാകാതിരിക്കാൻ ചില ശ്രമങ്ങൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായി. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഈ പഹൽഗാം ഭീകരാക്രമണം നടക്കുമ്പോൾ ഇന്ത്യയിലുണ്ടായിരുന്നു. അദ്ദേഹം ഈ സംഭവങ്ങൾക്കൊക്കെ ഇവിടുത്തെ ഇന്ത്യൻ വികാരം എന്താണ് എന്ന കാര്യം അദ്ദേഹം നേരിട്ടറിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം JD വാൻസിനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ആ കാര്യത്തിൽ തങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്നായിരുന്നു അന്ന് JD വാൻസ് പറഞ്ഞത്. പക്ഷേ പ്രശ്നം വഷളാകാതിരിക്കാൻ രണ്ടു രാജ്യങ്ങളും ശ്രദ്ധിക്കണം, സമാധാനത്തിലേക്ക്, വെടിനിർത്തലിലേക്ക് രണ്ടു രാജ്യങ്ങളും എത്തണം എന്നതൊക്കെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് പറയുകയും ചെയ്തിരുന്നു. ഇന്നലെ രാത്രി മുഴുവൻ നീണ്ട അമേരിക്കയുടെ ശ്രമങ്ങൾ, ഒരുപക്ഷെ ഇക്കാര്യത്തിൽ സൗദി അറേബ്യ കൂടി നടത്തിയ ശ്രമങ്ങളും ഒരു പ്രധാനപ്പെട്ട ഘടകമായി മാറിയേക്കാം. സൗദി അറേബ്യയിലെ വിദേശകാര്യ ഉപമന്ത്രിയും ഇന്ത്യ പാക് ഭരണകൂടവുമായി കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച നടത്തിയിരുന്നു. മാർക്കോ റൂബിയോ, അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി, അദ്ദേഹം നിരന്തരമായ ചർച്ച ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഭരണ നേതൃത്വത്തിലുള്ളവരുമായി ചർച്ച നടത്തി. ഇന്ന് രാവിലെ തീർച്ചയായിട്ടും അത് തന്നെയാണ് ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബിഗ് ബ്രേക്കിംഗ് ന്യൂസ്. ആഫ്റ്റർ എ ലോങ് നൈറ്റ് ഓഫ് talks mediated by the United States, I am pleased to announce that India and Pakistan have agreed to a full and immediate ceasefire. Congratulations to both countries on using common sense and great intelligence. Thank you for your attention to this matter എന്ന ഡൊണാൾഡ് ട്രംപിന്റെ എക്സ് പ്രസ്താവന, അത് 5 മിനിറ്റ് മുൻപ് എക്സിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നു ഡൊണാൾഡ് ട്രംപ് തന്നെ.